എം.എ. സുധീർ ബാബു പട്ടാമ്പി. ഞാൻ ഇവിടുത്തെ മണ്ണ് പരിവേഷണ ഓഫീസറാണ് തൃശ്ശൂരത്തെ. ഇത് മണ്ണ് പരിവേഷണം മണ്ണ് സംരക്ഷണ വകുപ്പ് സംസ്ഥാന കൃഷി മന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്. കേരളത്തിലെ മണ്ണിനങ്ങളെ പറ്റിയും മണ്ണിൻ്റെ പ്രതിസന്ധികൾ, മണ്ണിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും, മണ്ണിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ മണ്ണിന് കുറേ ഗുണങ്ങളുണ്ട്, അത് തിരിച്ചറിയാനുള്ളതാണ് മണ്ണ് പരിവേഷണം. ഒരു പ്രദേശത്തെ സ്വാഭാവികമായ മണ്ണിൻ്റെ വിവിധ പഠനങ്ങളാണ് സോയിൽ സർവേ അഥവാ മണ്ണ് പരിവേഷണം. ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുമ്പോൾ 8 തരം മണ്ണിനാണ്. ഇത് തീരദേശ മണ്ണ്, നമുക്കറിയാം. തീരദേശ മണ്ണ് നമുക്കറിയാം മണൽ മണ്ണാണ്. ഈ മണൽ മണ്ണ് പ്രധാനപ്പെട്ട നമുക്കറിയാം ചാവക്കാട്, കടപ്പുറം ഈ പ്രദേശങ്ങളിൽ പോയാൽ നമുക്കറിയാം കേരളത്തിൻ്റെ തീരദേശത്തോട് ചേർന്നുള്ള മണ്ണ്. ഇവിടെ പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത് തെങ്ങാണ്. ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പശിമ കുറവായിരിക്കും. മണൽ മണ്ണ് എന്ന് പറയുമ്പോൾ അതിനറിയാം പെട്ടെന്ന് വെള്ളം കീഴ്പോട്ട് ഊർന്നു പോകും, വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് ജൈവാംശം ചേർക്കണം. പിന്നെ മണ്ണ് പരിശോധിച്ച് ആവശ്യത്തിനുള്ള രാസവളങ്ങൾ, അങ്ങനെയുള്ള നല്ല കാർഷിക മുറകൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഈ മണൽ മണ്ണിൽ നിന്ന് ധാരാളം വിളവ് കിട്ടാൻ പറ്റും. കേരളത്തിലെ 80% മണ്ണും അസിഡിക്കാണ്, പുളിരസമുള്ള മണ്ണാണ്. പക്ഷേ കേരളത്തിലെ ഒരേ ഒരു മണ്ണ് മാത്രമാണ് ക്ഷാരഗുണമുള്ളത്. അത് നമ്മുടെ ചിറ്റൂർ, കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ഭാഗത്ത് കാണുന്ന കറുത്ത പരുത്തി മണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെല്ല് കൃഷി ചെയ്യാം, കരിമ്പ് കൃഷി ചെയ്യാം, സോയാബീൻ, പച്ചക്കറികൾ, തക്കാളി തുടങ്ങിയ സകലമാന വിളകളും കൃഷി ചെയ്യാൻ പറ്റുന്ന പാലക്കാട് ജില്ലയിലെ ഒരു മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. ശരിക്കും പക്ക റെഡ് സോയിൽ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കുകളാണ്. ഇത് റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. ഇരുമ്പിൻ്റെ അംശം കൂടുന്ന മണ്ണിനാണ് ചുവപ്പ് നിറം ഉണ്ടാവുക. ഇരുമ്പിൻ്റെ അയിരിൻ്റെ നിറമാണത്, നമുക്കറിയാം. പക്ഷേ ഇവിടെ ധാരാളമായിട്ട് നമ്മൾ മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് വളം ചെയ്യുക, രാസവളം ശാസ്ത്രീയമായി ചെയ്തിട്ട് ധാരാളമായി ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങ് പോലത്തെ വിളകൾ ധാരാളമായി വളരാൻ പറ്റിയ മണ്ണാണ്. പിന്നെ കരിമണ്ണുണ്ട്, കരി സോയിൽ. ഈ കരിമണ്ണിൻ്റെ പ്രത്യേകത ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. നെൽകൃഷിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് വളരെ നല്ലതാണ്. പിന്നെ വെട്ടുകൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഈ വെട്ടുകൽ മണ്ണ് ഐഡൻറ്റിഫൈ ചെയ്തത് കേരളത്തിലെ അങ്ങാടിപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്താണ് ആദ്യമായി ലാറ്ററൈറ്റ് സോയിൽ കണ്ടെത്തിയത്. ഈ ലാറ്ററൈറ്റ് സോയിൽ വെട്ടുകൽ മണ്ണാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണുന്ന മണ്ണ് ഏതാണ്? വെട്ടുകൽ മണ്ണാണ്. ഇതിൽ തന്നെ വ്യത്യസ്ത തരങ്ങളുണ്ട്. വെളുപ്പത്തിൽ വെട്ടിയെടുക്കാവുന്നുണ്ട്, വെട്ടിയെടുക്കാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പും അലുമിനിയം അടങ്ങിയതുകൊണ്ടാണ് ഇതിന് ചുവപ്പ് നിറം കാണുന്നത്. പിന്നെ ഇത് കശുമാവ് പോലത്തെ വിളകളൊക്കെ ധാരാളമായി വെക്കാൻ പറ്റും. എല്ലാതരം വിളകളും പറ്റും. പക്ഷേ കശുമാവ്, തെങ്ങ് തുടങ്ങിയ എല്ലാ വിളകളും, പച്ചക്കറി, പിന്നെ നമ്മുടെ ജാതി, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ചെടികളും വളരാൻ പറ്റും. നന്നായി മണ്ണ് പരിശോധിക്കണം, ആവശ്യത്തിന് രാസവളം കൊടുക്കണം, ആവശ്യത്തിന് ജൈവവളം കൊടുക്കണം. പിന്നെ വനമണ്ണ് നമുക്കറിയാം വെർജിൻ സോയിലാണ്. അത് നമുക്ക് കൃഷിയെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. വനമണ്ണ് സംരക്ഷിക്കണം. വനമണ്ണ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് വനമണ്ണാണ്. വനമണ്ണിന് തൊട്ട് താഴെയാണ് നമ്മുടെ മലയോര മണ്ണ് വരുന്നത്. നമ്മൾ ആതിരപ്പള്ളിക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും മുകളിൽ വനം, അതിനടിയിൽ കാണുന്ന മണ്ണ് കൃഷി ചെയ്യുന്ന, വനത്തിനോട് ചേർന്ന് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലെ മണ്ണാണ് ഹിൽ സോയിൽ. ഇത് വളരെ നല്ല രീതിയിൽ എന്താ പ്രശ്നം, അവിടുത്തെ മണ്ണൊലിപ്പ് സാധ്യതകളാണ്. പിന്നെ ചരൽ കടന്ന മണ്ണായിരിക്കും. അതുകൊണ്ട് അവിടെ മണ്ണ് സംരക്ഷണ മാർഗ്ഗങ്ങൾ തട്ടായിത്തിരിക്കണം, അല്ലെങ്കിൽ ധാരാളമായി മണ്ണൊലിച്ചു പോവും. അപ്പോൾ ഇത് നന്നായ രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല കൃഷി ചെയ്യാൻ പറ്റുകയാണ്. പിന്നെ വരുന്ന എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ എന്ന് പറയും. നമുക്കറിയാം പുഴയോരങ്ങളിലും അതിന് തൊട്ടടുത്ത ഭാഗങ്ങളും കാണുന്ന ഏറ്റവും നല്ല മണ്ണാണ് അലൂവിയൽ സോയിൽ. തൃശ്ശൂർ ജില്ലയിൽ കാണുന്ന പ്രധാനപ്പെട്ട 5 മണ്ണ് ശ്രേണികളിലെ 6 ശ്രേണികളിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള. ഇത് മണത്തല മണ്ണ് ശ്രേണി എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ആ കോസ്റ്റൽ സോയിലിനോട് ചേർന്ന് അതേപോലെ തന്നെ മണൽ മണ്ണാണ്. ഇത് മണത്തല. ഇത് ശരിക്കും തെങ്ങാണ് പ്രധാന കൃഷി. എല്ലാ വിളയും ചെയ്യാം, പക്ഷേ ധാരാളം ജൈവാംശം ചേർക്കണം. വെള്ളം പിടിച്ചത് ശേഷി കുറവാണ്. പിന്നെ റൂട്ടിങ്, നമ്മൾ ചെടികൾ വെക്കുമ്പോൾ ധാരാളമായിട്ട് നമ്മൾ ജൈവവളം ചേർക്കണം, ജൈവാംശം. അപ്പോൾ ഈ മണൽ മണ്ണിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇത് മണത്തല മണ്ണ് ശ്രേണി എന്ന് പറയും. നിങ്ങൾ കാണുന്ന ഇത് കണ്ടോ, ഇത് കൊഴുക്കുള്ളി മണ്ണ് ശ്രേണി എന്ന് പറയും. ഉരുണ്ട പാറകളുള്ള മണ്ണാണ്. ഇതിലും ധാരാളമായിട്ട് നമ്മൾ എല്ലാതരം വിളകളും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ മണ്ണ് സംരക്ഷണ മാർഗ്ഗങ്ങൾ എടുക്കണം, ധാരാളം ജൈവവളം ചേർക്കണം, ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് പരിശോധിക്കണം. അങ്ങനെ കൊഴുക്കുള്ളി ഒരു തരം മണ്ണ് ശ്രേണിയാണ്. പിന്നെ ഒരു ശ്രേണിയാണ് കിഴിപ്പുള്ളിക്കര എന്ന് പറയും. ഇത് തൃശ്ശൂർ, മൂന്തപുരം, ചാലക്കുടി ഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതര മണ്ണാണ്. ഇത് കിഴിപ്പുള്ളിക്കര എന്ന് പറയുന്ന പാടത്തുള്ളൊരു സീരീസാണ്. പിന്നെ ഇത് പൈങ്കുളം, നമുക്കറിയാം പാഞ്ഞാൾ പഞ്ചായത്തിലൊരു പ്രദേശമാണ് പൈങ്കുളം. ഇതും ഈ ഉരുണ്ട പാറകളും ഒക്കെയാണ്. അതായത് വനമണ്ണോട് ചേർന്ന് കിടക്കുന്നതാണ്. കാരണം എല്ലാ വിളകളും കൃഷി ചെയ്യാം. റബ്ബർ പോലത്തെ സാധനങ്ങൾ, തോട്ടങ്ങളൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. തെങ്ങ് പറ്റും, ധാരാളം പുൽകൃഷി പറ്റും. അങ്ങനത്തെ ഒരു മണ്ണാണ് ഇത്. നമ്മുടെ
കോൾനിലങ്ങൾ കാണുന്ന കോഞ്ചിറ മണ്ണ് നമുക്കറിയാം, വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്. അതിനടിയിലേക്ക് പോകുമ്പോൾ മരത്തിൻ്റെ തടികൾ കാണാം, മരച്ചാന്നെന്നാ പറയാം. പണ്ട് മരത്തിൻ്റെ തടികൾ കിടക്കും. അതാണ് ഈ കൊഞ്ചിറ മണ്ണിൻ്റെ പ്രത്യേകത. കളിമണ്ണാണ് ഇത്. കൊരട്ടി മണ്ണ് ശ്രേണി പറയും. ഇതൊക്കെ ഞങ്ങൾ സോയിൽ സർവേയിലെ മണ്ണിനൊരു പേര് കൊടുത്തത് ശ്രേണികൾ എന്ന് പറയും, സീരീസ്. നമ്മൾ അവിടെ കണ്ട മണ്ണ് 8 ഇനങ്ങളാണെങ്കിലും സീരീസ് ഓരോ ജില്ലയിലും വ്യത്യാസമുണ്ട്.